അപ്പോൾ നേരെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് അഖിൽ പാലോട്ട് മഠമുണ്ട്. അവിടെ അഖിൽ, നമസ്തേ. ആ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടായിരുന്നു അഖിലിന്റെ റിപ്പോർട്ടിംഗ്. അവിടെ നിന്ന് വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നു. എങ്ങനെ തോന്നി? എന്തായിരുന്നു അനുഭവം? ആ സൈനികരെ ആവേശത്തോടുകൂടി ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം മുഴക്കി സ്വീകരിക്കുമ്പോൾ? പ്രദീപ്, അനു, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും നേരത്തെ മനോജ് പറഞ്ഞു വച്ച വാക്കുകൾ പോലെ തന്നെയാണ് രാജ്യത്തിന്റെ കാവലാളായി മാറിയ രാജ്യത്തിന്റെ പ്രിയപുത്രർ, രാജ്യത്തിന്റെ ഭാരതാംബയുടെ പ്രിയ സേവകർ അവരുടെ 10 ദിവസത്തെ ദൗത്യം പൂർത്തീകരിച്ച് വലിയ പ്രതീക്ഷയോടെ വയനാടിന്റെ ചുരം കയറി സൈന്യം എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് അവിടെ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആൾക്കാരെയും രക്ഷപ്പെടുത്താൻ ഒരു വെള്ളി വെളിച്ചം, പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചം അവിടെ ഉണ്ടാകുന്നു എന്ന് വലിയ ആഘോഷത്തോടെ അല്ലെങ്കിൽ ആരവത്തോടെയൊക്കെ തന്നെ അവരെ സ്വീകരിച്ച അതേ ആരവത്തോടെയാണ് ഇന്നലെ അവരെ മടക്കയാത്രയും ഉണ്ടായിരുന്നത്. 171 അംഗ സംഘമാണ് ഞാൻ നിൽക്കുന്ന ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും 2 യൂണിറ്റുകളിൽ നിന്നായി എഞ്ചിനീയേഴ്സ് വിഭാഗം, അതുപോലെ തന്നെ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നൊക്കെ തന്നെ ഏകദേശം 171 വരുന്ന സൈനിക അംഗങ്ങളാണ് ഇവിടെ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അതിൽ വലിയ സ്വീകരണമായിരുന്നു ഇന്നലെ അവർ ഇവിടെ തിരിച്ചെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. വന്ദേമാതരം മുഴക്കി അവരെ സ്വീകരിക്കുന്നു, അവർക്ക് സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നു. ചില പ്രദേശവാസികളൊക്കെ തന്നെ വന്നു നിന്ന് അവർക്ക് പുഷ്പമെറിഞ്ഞ് പുഷ്പവൃഷ്ടി നടത്തി അവരെ സ്വീകരിക്കുന്നതൊക്കെ തന്നെ നേരിട്ട് കാണാൻ, അനുഭവിക്കാനൊക്കെ തന്നെ ഇന്നലെ എനിക്ക് കഴിഞ്ഞു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം. കാരണം അതിൽ 1-2 ആൾക്കാർ, അതിൽ 2-3 മലയാളികൾ ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് അഭിമാനം തോന്നുകയാണ്. കാരണം ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ നാടിനെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ അത്രമാത്രമാണ് ഈ നാട്ടിലെ ജനത ഞങ്ങളെ സ്നേഹിക്കുന്നത്. കാരണം ഇന്നലെ അവർ കടന്നു വരുന്ന, അതായത് വയനാടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര വരുമ്പോൾ ചേപ്പാട്, തൃശ്ശൂർ അവർക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഹരിപ്പാട്ട് അമ്മമാരും കുട്ടികളും അടക്കം റോട്ടിലിറങ്ങി നിന്നാണ് അവർക്ക് ബിഗ് സല്യൂട്ട് നൽകി അവരെ പുഷ്പമെറിഞ്ഞ് അവരെ ആനയിച്ച് ദീപമൊഴിഞ്ഞ് അവരെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതൊക്കെ തന്നെ ഈ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചേർത്തു പറയാനുള്ളത്, നിസ്വാർത്ഥമായ ഒരു സേവനത്തിന് ഈ രാജ്യമാണ് വലുത് എന്ന ആ വലിയ കാഴ്ചപ്പാടിന് വീണ്ടും വീണ്ടും ആത്മവിശ്വാസം പകരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വന്നു. നമ്മൾ പലതവണ പല ആവർത്തി കേരളം ഇതുപോലുള്ള പല പ്രതിസന്ധികളിലും നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടത്, നമ്മൾ ഏറ്റവും അവസാനം സൈന്യത്തെ വിളിക്കൂ എന്ന് അറമുറയിട്ട് വിളിച്ചു കേട്ടത് ഷുരൂരിൽ അർജുന്റെ അപകടം സംഭവിച്ച ആ തിരച്ചിൽ നടക്കുന്ന സമയത്ത് കുടുംബം ഒന്നടങ്കം, ഒരു നാട് മുഴുവൻ പറഞ്ഞത്, നിങ്ങൾ സൈന്യത്തെ വിളിക്കൂ, സൈന്യത്തിന്റെ തിരച്ചിലിന് ആവശ്യപ്പെട്ടു, നാവികസേനയെ വിളിക്കൂ, എയർഫോഴ്സിനെ വിളിക്കൂ, അതുപോലെ തന്നെ മിലിറ്ററിയെ വിളിക്കൂ എന്നൊക്കെ തന്നെ അവർ പറയുന്നത്. കാരണം അത്ര ആത്മവിശ്വാസമാണ്. സൈന്യം വരുമ്പോൾ, രാജ്യത്തിന്റെ കാവലാൾമാർ വരുമ്പോൾ, രാജ്യത്തിന് കരുത്തു വരുന്നവർ വരുമ്പോൾ, ഭാരതാംബയുടെ വീരപുത്രർ വരുമ്പോൾ, അവർ വരുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് അവരുടെ വിശ്വാസമാണ്. ഓരോ ജനതയുടെയും വിശ്വാസമാണ് അവരെ വീണ്ടും വീണ്ടും ഇതുപോലെ ദുരന്തമുഖത്തേക്ക് വിളിക്കാനുള്ള ആത്മവിശ്വാസം പകരുന്നത്. കാരണം എത്ര പ്രയാസമുണ്ടെങ്കിലും, നമ്മൾ കഴിഞ്ഞ ഈ സംഭവമുണ്ടായി വയനാട്ടിലെ ദുരന്തമുണ്ടായ ദിവസങ്ങളിൽ സൈന്യമെത്തുന്ന ആദ്യ മണിക്കൂറുകൾ മുതൽ നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾ കൊണ്ട് 2 കരകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കുന്നു, എയർലിഫ്റ്റ് ചെയ്ത മരണപ്പെട്ടവരെയും ജീവൻ തുടിക്കുന്നവരെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നു, അവരുടെയൊക്കെ അരികിലേക്ക് ഭക്ഷണവുമായി പറന്നെത്തുന്നു, വസ്ത്രവുമായി പറന്നെത്തുന്നു. അങ്ങനെ പറഞ്ഞാലും തീരാത്ത, വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും തീരാത്ത വിധത്തിലൊക്കെയും ആ സൈന്യത്തിന്റെ ഇടപെടൽ നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മളെല്ലാവരും അഭിമാനത്തോടെ നിന്നതാണ്. കാരണം ആ ഭാരതത്തിന്റെ ആ യശസ് ഉണർത്തുന്ന, ഇന്നലെ രാജ്യത്തിന്റെ പ്രധാന സേവകൻ വന്നു നിൽക്കുമ്പോഴും അവർ പറഞ്ഞത്, പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത്, ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് നിസ്വാർത്ഥമായ ഒരു നാടിനെ ചേർത്തു പിടിക്കുന്ന സേവന തൽപരതയുടെ ഒക്കെ തന്നെ പ്രതീപ രൂപമാണ്, പ്രതീകമാണ് എന്നതൊക്കെയാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചത്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു വാക്ക് വീണ്ടും ഞാൻ ചേർത്തു വെച്ചു പറഞ്ഞാൽ അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു. ഇന്നലെ സൂര്യൻ അസ്തമിക്കുന്ന ആ പൊൻകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭാരതത്തിന്റെ ആ പതാക കൈകളോട് ചേർത്ത് പിടിച്ചവർ വലിയ വിജയദൗത്യം പേറി അവർ ഈ ക്യാമ്പിലേക്ക് നടന്നു കയറുമ്പോൾ അവർ അഭിമാനമാണ്. ഇവിടെ ഇന്നലെ നിന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരും ഒരേ മനസ്സോടെ അവരെ സ്വീകരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മാധ്യമ സമൂഹത്തിനിടയിൽ പോലും ഞാൻ കാണുന്നത്. എന്തായാലും വലിയ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. കാരണം അത്ര വലിയ ഊഷ്മളമായ ഒരു വരവേൽപ്പ് അവർക്ക് നൽകി. എടപ്പഴിഞ്ഞു മുതൽ ഞാൻ നിൽക്കുന്ന ഈ പാങ്ങോട് പ്രധാന കുളച്ചൽ കവാടത്തിലേക്ക് കയറിപ്പോകുന്ന ആ സ്ഥലം വരെ
പൂർണ്ണമായും ഇരുവശങ്ങളിലും ഇവിടുത്തെ മറ്റു സൈനിക അംഗങ്ങൾ, പ്രദേശവാസികൾ അതുപോലെ തന്നെ നിന്ന് അവർക്ക് സല്യൂട്ട് നൽകി, അവരെ ത്രിവർണ്ണ പതാക കൈകളിലേന്തി അവരെ സ്വീകരിച്ച്, അവർക്ക് വന്ദേമാതരത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് ഭാരതാംബയ്ക്കു ജയ് വിളിച്ച് അവരെ സ്വീകരിക്കുന്നതൊക്കെ തന്നെ അഭിമാനത്തിന്റെ നിമിഷങ്ങളിൽ എത്തിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. എന്തായാലും വയനാട് ഈ തിരച്ചിലിൽ സൈന്യത്തോടൊപ്പം മറ്റു സേനാ അംഗങ്ങളും അത്രമാത്രം അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ അത്രമാത്രം അഭിമാനത്തിന്റെ കിരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം തന്നെയാണ് എന്നും ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പ്രദീപ്, ശരി. അഖിൽ പാലോട് മഠം, എന്തായാലും ആ ആവേശം, ആ അർപ്പണബോധം, ആ സ്പിരിറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ജോലിയിൽ ജനങ്ങൾക്ക് വേണ്ട വാർത്ത കൃത്യമായി എത്തിക്കുന്നതിൽ കൂടി നമുക്ക് അനുകരിക്കാം. എന്തായാലും വളരെയധികം നന്ദി.